കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ മണിക്കൂറിൽ കെ.പി.സി.സി. സംസ്കാര സമിതി സെക്രട്ടറി എം.എ. ഷഹനാസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തുവന്നത്. പീഡനക്കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷമായ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടുള്ള പോസ്റ്റിൽ വടകര എം.പി. ഷാഫി പറമ്പിലിനെയും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. രാഹുൽ തന്നോട് മോശമായി പെരുമാറി എന്നാണ് ഷഹനാസ് പറയുന്നത്. ഇതിന്റെ തെളിവുകൾ സഹിതം തന്റെ പക്കലുണ്ടെന്ന് പറഞ്ഞ ഷഹനാസിന്റെ ആരോപണം പതിവ് ആരോപണങ്ങളാണെന്ന് കരുതിയിടത്താണ് മറ്റൊരു ബോംബ് കൂടി ഷഹനാസ് പുറത്തുവിട്ടത്. അത് മറ്റൊന്നുമായിരുന്നില്ല, രാഹുലിനെതിരെയുള്ള പരാതി ഷാഫിയെ അറിയിച്ചിരുന്നു എന്നാണ് ഷഹനാസ് പറഞ്ഞത്. കർഷക സമര സമയത്ത് ഡൽഹിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് രാഹുൽ മോശം സന്ദേശം അയച്ചത്. ഡൽഹിയിൽ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ എന്നാണ് പറഞ്ഞത്. അക്കാര്യം ഉൾപ്പെടെ ഷാഫിയെ അറിയിച്ചിരുന്നുവെന്നും ഷഹനാസ് പറഞ്ഞു. മാധ്യമങ്ങളോടാണ് ഷഹനാസ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇതിനു പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രൂക്ഷമായ ആക്രമണമാണ് രാഹുലിനും ഷാഫിക്കുമെതിരെ അവർ നടത്തിയത്. സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന രാഹുലിനെ അധ്യക്ഷനാക്കരുതെന്നും ഷാഫിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് ഷാഫി പറയട്ടെ എന്നും ഷാഫി പ്രസിഡന്റായി ഇരിക്കുമ്പോൾ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ അനുമതിയില്ലായിരുന്നുവെന്നും പറയുന്നുണ്ട്. രാഹുലിനെതിരെ പല പരാതികളും ഷാഫിക്ക് ലഭിച്ചിരുന്നു. ഈ വിവാദം കത്തി നിൽക്കുന്നതിന് ഇടയിലാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ആരോപണം ശക്തമായി ഉന്നയിച്ചത്. ഇതിന്റെ ക്ലൈമാക്സ് പക്ഷേ എത്തി നിൽക്കുന്നത് മറ്റൊരു പുറത്താക്കൽ വാർത്തയിലാണ്. കെ.പി.സി.സി. സംസ്കാര സാഹിതിയുടെ കോഴിക്കോട്ടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് എം.എ. ഷഹനാസിനെ പുറത്താക്കിയത്. ആക്ഷേപം വാർത്താ മാധ്യമങ്ങൾ ആഘോഷിക്കുമ്പോഴാണ് ഈ പുറത്താക്കൽ വാർത്ത കൂടി വരുന്നത്. സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസ് സഹയാത്രികയായ ഷഹനാസ്. ഇവരുടെ ആരോപണങ്ങൾ കോൺഗ്രസിനെ വെള്ളം കുടിപ്പിക്കാൻ നടന്ന റിപ്പോർട്ടർ ടി.വി. അടക്കമുള്ള മാധ്യമങ്ങൾ ആഘോഷിച്ചത് കോൺഗ്രസിന് വലിയ ക്ഷീണമായിരുന്നു. ഇതിന് പിന്നാലെയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നുള്ള പുറത്താക്കൽ സംഭവിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും പീഡന പരാതി ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു ഷഹനാസിന്റെ പ്രതികരണം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവരുന്ന സമയത്തും ഷാഫി പറമ്പിലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കാര്യം സൂചിപ്പിച്ചപ്പോൾ പുച്ഛമായിരുന്നു ഷാഫിയുടെ മറുപടിയെന്ന് യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് കൂടിയായ ഷഹനാസ് വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പുറത്താക്കിയ നടപടിക്കെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് അവർ പ്രതികരിച്ചത്. DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെന്നും ഷഹനാസ് ആരോപിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി പ്രതികരിച്ചതിന്റെ പേരിൽ പദവികൾ നഷ്ടപ്പെടുകയാണെങ്കിൽ അത് സന്തോഷമേ ഉള്ളൂവെന്നും ഉന്നയിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്നും ഷഹനാസ് വ്യക്തമാക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ വനിതാ നേതാവിന്റെ ആരോപണങ്ങൾ CPM അടക്കമുള്ള പാർട്ടികളും ഏറ്റെടുത്ത് കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുന്നുണ്ട്.